നമസ്കാരം കുട്ടികളെ. നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലെ ആമാശയത്തിലും വൻകുടലിനും ഇടയിലുള്ള ഭാഗമാണ് ചെറുകുടൽ. ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന പ്രക്രിയയുടെ പ്രധാന ഭാഗമാണ് ചെറുകുടൽ. രാസാഗ്നികളുടെ പ്രവർത്തനം കൊണ്ട് മോളിക്യൂളായി മാറുന്ന കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, മാംസ്യം എന്നിവ ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിലാണ്. മനുഷ്യരിൽ ചെറുകുടലിന് 7 മീറ്ററോളം നീളവും 2.5 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ വ്യാസവുമുണ്ടാവും. വൻകുടലിനേക്കാൾ 5 മടങ്ങോളം നീളമുണ്ടെങ്കിലും വ്യാസം കുറവായതിനാലാണ് ഈ പേര് ചെറുകുടലിന് ലഭിച്ചത്. ചെറുകുടലിൻ്റെ നീളവും വ്യാസവുമുള്ള ഒരു സാധാരണ ട്യൂബിന് 1/2 ചതുരശ്ര മീറ്ററേ ഉപരിതല വിസ്തീർണമുണ്ടാവൂ. എന്നാൽ ചെറുകുടലിനകത്തെ സങ്കീർണമായ വ്യവസ്ഥ കാരണം ഇതിനകത്തെ ഉപരിതല വിസ്തീർണം 20 ചതുരശ്ര മീറ്ററാണ്. ലഘുപോഷക ഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവ ചെറുകുടലിനകത്തെ പോഷകാഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒറ്റനിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികളും ലിംഫ് ലോമികളുമായ ലാക്ടേലുകളും കാണപ്പെടുന്നു. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. രക്തലോമികൾ വഴിയാണ് വില്ലസിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ലാക്റ്റിയിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്ക് ആഗിരണം ചെയ്യുന്നു. പോഷകഘടകങ്ങളിലെ ഏകദേശം 90% ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. പോഷകഘടകങ്ങൾ രക്തത്തിലേക്കും ലിംഫിലേക്കും ആഗിരണം ചെയ്യുന്നത് രക്തലോമികളുടെയും ലാക്ടീലുകളുടെയും ഭിത്തിയിലൂടെയാണെന്ന് മനസ്സിലായല്ലോ. ഭിത്തിയിലെ കോശങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്. കോശത്തിനകത്തേക്കും പുറത്തേക്കും തന്മാത്രകൾ കടന്നു പോകുന്നതിന് പിന്നിൽ ചില പ്രക്രിയകളുണ്ട്. ഗാഢതാക്രമത്തിനനുസരിച്ചും ഗാഢതാക്രമത്തിനെതിരെയും ചെറുകുടലിൽ നിന്നും ലഘുഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു. തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ലാക്ടീലുകളിലേക്കുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. അർദ്ധധാരീയ സ്തരം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം. ചില തന്മാത്രകൾ ഡിഫ്യൂഷൻ